ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ ആരാധനാക്രമ വർഷത്തിലെ അവസാനത്തെ കാലമായ പള്ളിക്കൂദാശ കാലത്തിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക്, 4ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത ആഴ്ച മുതൽ നമ്മൾ പുതിയൊരു വർഷം ആഗമന കാലത്തിന്റെ അല്ലെങ്കിൽ മംഗളവാർത്ത കാലത്തിന്റെ പ്രാർത്ഥനകളോടെ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇത് ഈ വർഷത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ദൈവം ഈ വർഷം നമുക്ക് നൽകിയ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെയും തിരുവചനത്തിലൂടെയും അതുപോലെ തന്നെ നമുക്ക് ആത്മീയ മറ്റു പോഷണങ്ങളിലൂടെയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും വളർച്ചയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പള്ളിക്കൂദാശ കാലത്തിന്റെ ഈ 4ാമത്തെ ഞായറാഴ്ച ഈശോയുടെ രാജത്വ തിരുനാളായി ആഘോഷിക്കുന്ന ക്രിസ്തു രാജത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. ഈ വലിയ അനുഗ്രഹത്തിന്റെ നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എന്നും രാജാവായി, നമ്മുടെ ഹൃദയങ്ങളുടെ നാഥനായി നമ്മളെ ഭരിക്കട്ടെ, നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ ഈ രാജത്വ തിരുനാളിൽ ഇന്നത്തെ വായന വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെ വാക്യങ്ങളിൽ പറയുന്ന ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് പറയുന്ന തിരുവചന ഭാഗമാണ്. ഈശോ ദാവീദിന്റെ വംശാവലിയിൽ വന്ന് പിറന്ന് രാജത്വ പരമ്പരയിൽ പിറന്നതിനെ കുറിച്ച് ഈശോ പറയുന്ന ഒരു ഭാഗമാണിത്. ഈശോയുടെ ജനന അവസരത്തിൽ ഈശോയ്ക്ക് 3 കാഴ്ചകൾ 3 രാജാക്കന്മാർ വന്ന് സമർപ്പിച്ചു. പൊന്നും മീറയും കുന്തിരിക്കവും. പൊന്ന് അർപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയുടെ രാജത്വം ആ തുടക്കത്തിൽ തന്നെ വെളിവായി. മീറയും കുന്തിരിക്കവും നമുക്കറിയാം, അത് ഈശോയുടെ പൗരോഹിത്യത്തെയും ഈശോയുടെ സഹനദാസനാണ് എന്നുള്ളതിൻ്റെ സൂചനയായി, ബലിവസ്തുവായി മാറപ്പെടാനുള്ള ആളാണ് എന്ന സൂചനയായി മീറയും അർപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാം. ഈശോയുടെ ജനനാവസരത്തിൽ തന്നെ ഈശോയുടെ ഈ രാജത്വത്തിന്റെ സൂചന ഈശോയ്ക്ക് പൊന്ന് അർപ്പിക്കപ്പെട്ടപ്പോൾ വെളിവാക്കപ്പെട്ടതാണ്. എങ്കിലും ഈശോ ദാവീദിന്റെ പരമ്പരയിൽപ്പെട്ട വംശപരമ്പരയുടെ പേരിൽ ഒരു രാജാവായി അറിയപ്പെടാനല്ല ആഗ്രഹിച്ചതും, അങ്ങനെയല്ല ഈശോ രാജാവായി മാറിയതും. അല്ലെങ്കിൽ ഈശോയ്ക്ക് ജനനാവസരത്തിൽ തന്നെ പൊന്നു കിട്ടി എന്നതിൻ്റെ പേരിൽ ഒരു രാജാവിന്റെ സൂചന, അതിലൂടെ വന്ന ഒരു രാജാവെന്ന് മാത്രമല്ല ഈശോയെ കുറിച്ച് നമുക്ക് കാണുന്നത്. പാരമ്പര്യത്തിലൂടെ മാത്രമല്ല, പ്രധാനമായും ജീവിതം കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന് മുഴുവൻ രാജാവായി ക്രിസ്തു മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളും എന്തെങ്കിലും പാരമ്പര്യത്തിൻ്റെയോ അല്ലെങ്കിൽ പൈതൃകമായി കിട്ടിയ കാര്യങ്ങളുടെയോ പേരിലുള്ള രാജത്വങ്ങളും അഭിമാനങ്ങളും അല്ല നമുക്കുണ്ടാവേണ്ട. ജീവിതം കൊണ്ടാണ് നമ്മൾ രാജാവും ഉന്നതരും ആയി മറ്റുള്ളവരുടെ മനസ്സിലും ദൈവത്തിൻ്റെ മനസ്സിലും മാറേണ്ടത്. നമ്മുടെ നല്ല വാക്കും നല്ല ജീവിതവും നല്ല പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ മനസ്സിലും ദൈവത്തിൻ്റെ മനസ്സിലും നമ്മെയും ഒരു രാജാവിനെ പോലെ ഔന്നത്യമുള്ളവരാക്കും. ഈശോ ഒരു രാജാവായി മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ കൊണ്ട് തനിക്ക് സേവ ചെയ്യിപ്പിക്കുകയല്ല, എളിയ ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ എളിമയുടെ മാതൃകയായി എളിമയുടെ മഹത്വം കാണിച്ച് ഈശോ അങ്ങനെയാണ് മനുഷ്യ ഹൃദയങ്ങളിൽ രാജാവായത്. ബാഹുബലി എന്ന ഒരു സിനിമ വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു സിനിമയാണ്. ഒരുപക്ഷെ എല്ലാവരും കണ്ടിരിക്കും. അതിൻ്റെ 2ാം ഭാഗം പ്രത്യേകിച്ച് അവരുടെ രാജകീയമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ സൂചനകൾ നൽകുന്നതാണ്. 2 പ്രധാന കഥാപാത്രങ്ങളുണ്ട് അവിടെ. ഒന്ന് പൽവാൽ ദേവൻ, പാരമ്പര്യം വഴി അല്ലെങ്കിൽ രാജമാതാവ് കൊടുത്ത അധികാരം വഴി രാജാവായ ആൾ. 2ാമത്തെ ആൾ ബാഹുബലി എന്ന ജനങ്ങൾ രാജാവാകണമെന്ന് ആഗ്രഹിച്ച, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടമുള്ള ഒരു രാജാവ്. ഒരുപക്ഷെ രാജാവാകാൻ ബാഹുബലിക്ക് പറ്റിയില്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ രാജാവിൻ്റെ ചിത്രമായും രാജാവിൻ്റെ രൂപമായും രാജാവ് എങ്ങനെ കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകമായൊക്കെ ഉള്ളത് പൽവാൽ ദേവനല്ല, മറിച്ച് ബാഹുബലിയാണ്. അത് ഹൃദയങ്ങളിൽ രാജാവായ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം അവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അധികാരം കൊണ്ട്, രാജപരമ്പരയുടെ വംശാവലി കൊണ്ട് രാജാവായ വ്യക്തി ആയ പൽവാൽ ദേവനല്ല, മറിച്ച് ബാഹുബലി എന്ന ആ മനുഷ്യഹൃദയങ്ങളിലെ രാജാവാണ് കാഴ്ചക്കാർക്കും കൂടുതൽ നല്ല വ്യക്തിയായി അനുഭവപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലം വരുന്നു. ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, പിന്നീട് നിയമസഭ ഉൾപ്പെടെയുള്ള അടുത്ത തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്നു. ഇലക്ഷൻ കാലം വരുമ്പോൾ എപ്പോഴും ജനങ്ങൾക്കുള്ള ഒരു പരാതി, തങ്ങളോടൊപ്പമായി നിന്ന് തങ്ങളിൽ ഒരാളായി നിന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ
ചിലരെങ്കിലും, അപൂർവമായി ചിലരെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ അവർ സ്വയം മറന്ന് ഒരു രാജാവിനെ പോലെ പെരുമാറുകയും തങ്ങളെ ജയിപ്പിച്ചു വിട്ടവരോട് പോലും സ്നേഹവും കരുണയും ഒന്നുമില്ലാതെ പെരുമാറുകയും ചെയ്യുന്നു എന്ന് പരാതി പറയുന്ന ചിലരിൽ നിന്നെങ്കിലും കേൾക്കാറുണ്ട്. ജയിച്ചു കഴിയുമ്പോൾ അവരുടെ ഭാവം മാറുന്നു, അവർ അധികാരം കാണിക്കുന്നു, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവരെ തങ്ങളെക്കാൾ ചെറിയവരായി കണക്കാക്കുന്നു. ആ രീതിയിലുള്ള സംസാരങ്ങളും ചിന്തകളും ഒക്കെ ആളുകൾ പങ്കുവയ്ക്കുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഓരോ അധികാരവും അല്ലെങ്കിൽ ഓരോ മേഖലയും ശുശ്രൂഷയാണ് എന്ന് കരുതാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടും. അങ്ങനെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ദൈവത്തിൻ്റെ മുമ്പിലും സഹോദരങ്ങളുടെ മുമ്പിലും നല്ല മനസ്സോടെ ജീവിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എപ്പോഴും ഒരു യഥാർത്ഥ അംഗീകാരം നേടുന്നത്, ഒരു രാജാവിനെ പോലെ ആളുകളുടെ മനസ്സിൽ കരുതപ്പെടുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ശ്രീകുമാരൻ തമ്പി എന്ന ഗാനരചയിതാവിനെ കുറിച്ചൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഗുരു യേശുക്രിസ്തുവാണ്. കാരണം ലോകത്തിലുള്ള മറ്റ് ഗുരുക്കന്മാരെല്ലാം തൻ്റെ ശിഷ്യരിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നും ഉപചാരങ്ങളും ശുശ്രൂഷകളും സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ഒരു ഗുരു മാത്രമാണ് വളരെ വിനീതനായി ശിഷ്യന്മാരുടെ മുമ്പിൽ കുനിഞ്ഞിരുന്ന് അവരുടെ പാദങ്ങൾ കഴുകി വലിയ സ്നേഹത്തിൻ്റെയും അതുപോലെ വലിയ എളിമയുടെയും മാതൃക കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും ഉദാത്ത വ്യക്തിത്വം, മികച്ച ഗുരു എന്നുള്ളത് യേശുക്രിസ്തുവാണ്. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൽ നമ്മൾ ഓർമ്മിക്കുന്ന കാര്യം വംശപരമ്പരയുടെയോ മറ്റ് പൈതൃക അവകാശങ്ങളുടെയോ പേരിൽ രാജാവായ ഒരാളെ അല്ല നമ്മൾ ദൈവമായി അംഗീകരിക്കുന്നത്. മറിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായ, നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ, നമുക്ക് വേണ്ടി സർവ്വതും തരാൻ തയ്യാറായ ഒരു ദൈവത്തെയാണ് നമ്മൾ രാജാവായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതും ഇന്ന് പ്രത്യേക തിരുനാളിലൂടെ ബഹുമാനിച്ച് ആരാധിക്കുന്നതും. നമ്മുടെ ജീവിതവും നല്ല വാക്കും നല്ല പ്രവർത്തനങ്ങളും കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന, സഹോദരങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഔന്നത്യമുള്ളതാകാൻ, രാജാവിൻ്റേതുപോലെ മഹത്വമുള്ള ഒരു ജീവിതമാകാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.